മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അശോക് ചവാൻ പാർട്ടി വിട്ടു. ചവാൻ ബിജെപിയിൽ ചേരുമെന്നാണ് സൂചന. ചവാനൊപ്പം ചില എംഎൽഎമാർ പാർട്ടി വിട്ടേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥും മകൻ നകുൽനാഥും ബിജെപിയിലേക്കെന്ന് സൂചന. കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകന് മന്ത്രിപദവിയും ലഭിച്ചേക്കും. കമൽനാഥ് വിളിച്ച കോൺഗ്രസ് എംഎൽഎമാരുടെ യോഗം മറ്റന്നാൾ ചേരും. കോൺഗ്രസിന്റെ പല നേതാക്കളും ഇന്ന് ബിജെപിയിലാണ്. അങ്ങനെ വരുമ്പോ എന്ത് വിശ്വാസത്തിലാണ് ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുക? ഇനിയുള്ള നേതാക്കള് മാറില്ല എന്നുള്ളതിന് എന്ത് ഉറപ്പാണ് ഞങ്ങൾക്ക് തരാനുള്ളത്? കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാരുണ്ട്, അതുകൊണ്ട് കുറച്ചാളുകൾ ബിജെപിയിലേക്ക് പോയിട്ടുണ്ട്. ബെസ്റ്റ് ഈ ജഗദംബിക പാലിനെ നോക്കൂ. യു പിയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം 2014 എവിടേക്ക് പോയി? ബിജെപിയിലേക്ക് പോയി. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന അസമിലെ മുൻ മുഖ്യമന്ത്രി, ചെറിയൊരു നേതാവല്ല. ഗിരിധർ ഗമാങ് ഒഡീഷ മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹവും 2015 പോയി. വിജയ് ബഹുഗുണ ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം വിട്ട് പോയി. റീത്ത ബഹുഗുണ ജോഷി യു പിയിലെ മുൻ കോൺഗ്രസ് അധ്യക്ഷയായിരുന്നു, വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. അവർ 2017 PCC പ്രസിഡന്റായിരുന്ന ആൾ. ഭുവനേശ്വർ കലിതയാണ് അസമിലെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു. ടോം വടക്കൻ നമുക്ക് വളരെ പരിചിതനായ കോൺഗ്രസ് നേതാവാണ്. ടെലിവിഷൻ ചർച്ചകളിലൊക്കെ കോൺഗ്രസിന്റെ ദേശീയ മുഖമായിരുന്ന ആൾ, അത്ര സുപരിചിതനായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപാണ് ബിജെപിയിലേക്ക് പോയത്. ഹർഷവർദ്ധൻ പാട്ടീൽ മഹാരാഷ്ട്രയിലെ മുൻ മന്ത്രിയായിരുന്നു. അദ്ദേഹം വളരെ കൂളായി ബിജെപിയിലേക്ക് പോയി. ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശിൽ നിന്ന് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ആൾ. എനിക്ക് ബിജെപിയിലേക്ക് പോകാൻ വേറെ ആരുടെയും കൺസെന്റ് വേണ്ട. എനിക്ക് പോകണം തോന്നുമ്പോ ഞാൻ പോകും.